പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വചനത്തിൽ 2 കൊരിന്ത്യർ 12:9 ഇപ്രകാരം പറയുന്നു: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസിനോട് പിതാവായ ദൈവം പറഞ്ഞ വചനങ്ങളാണ്, വാക്യങ്ങളാണ്. ഇത് എന്തുകൊണ്ടാണ് പിതാവായ ദൈവം അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞത് എന്തെന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ 7-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്: ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ ഞാൻ ബലഹീനതയിൽ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പൗലോസിൻ്റെ ശരീരത്തിൽ ഉണ്ടായ എന്തോ ബലഹീനത എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആ ബലഹീനത മാറാൻ വേണ്ടിയിട്ട് 3 വട്ടം പിതാവായ ദൈവത്തിനോട് അപ്പോസ്തലനായ പൗലോസ് യാചിക്കുകയാണ്. അപ്പോൾ പിതാവായ ദൈവം കൊടുത്ത മറുപടിയാണ്: അത് ഞാൻ നീക്കുന്നില്ല, പക്ഷേ എൻ്റെ കൃപ ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പിതാവായ ദൈവം ആ മറുപടി പൗലോസിന് കൊടുത്തപ്പോൾ പൗലോസിന് സന്തോഷമായി. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ശക്തി, ആ കൃപ പൗലോസിനോട് കൂടെ ഉണ്ടായിരിക്കാൽ ബലഹീനതയിലും ഞാൻ അതിസന്തോഷത്തോടെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലും എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്തതായ ചില ബലഹീനതകളില്ലേ? എത്ര പ്രാർത്ഥിച്ചിട്ടും നീങ്ങിപ്പോകാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ? തീർന്നു പോകാത്ത, മറുപടി കിട്ടാത്ത ചില ഭാരങ്ങളാകുന്ന, പ്രയാസങ്ങളാകുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ? അതിന് മറുപടി കിട്ടുവാൻ താമസിക്കുന്ന എന്ത് എന്ന് നമ്മൾ പിതാവായ ദൈവത്തിനോട് ചോദിച്ചാൽ അതിന് പിതാവായ ദൈവത്തിൻ്റെ മറുപടിയായിരിക്കാം ഇത്: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ശക്തിയെ അതിലേക്ക് കൊണ്ടുവരാം, കർത്താവിൻ്റെ കൃപയെ അതിലേക്ക് കൊണ്ടുവരാം. ആ സമയത്ത് ആ കർത്താവിൻ്റെ കൃപ നമ്മുടെ ആ ശരീരത്തിലേക്ക്, നമുക്ക് ആ വേദനയുള്ള ഭാഗങ്ങളിലേക്ക്, ആ പ്രവർത്തിക്കാൻ നമുക്ക് ഭാരമേറിയ ആ വിഷയങ്ങളിൽ മേൽ കർത്താവിൻ്റെ കൃപയെ കൊണ്ടുവന്നാൽ നമുക്ക് ആ ബലഹീനതകളിലും ആ മറുപടി കിട്ടാത്ത വിഷയങ്ങളിലും നമുക്ക് അതിസന്തോഷത്തോടെ ഇരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം: പിതാവായ ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. കർത്താവിനെ നമ്മുടെ ജീവിതം